മൊത്തം ബ്ലഡ് വെച്ചുള്ള കളിയാണ്. പക്ഷേ ആ ഒരു സർട്ടിഫിക്കറ്റിന് ഒരു 100% നീതി കറക്റ്റായിട്ട് അത് എടുത്തിട്ടുണ്ട്. നമ്മൾ വെർത്താണ്. അടിപൊളി പടം കണ്ടിട്ട് അവർ പറഞ്ഞതിനോട് അവർ 100% നീതി പുലർത്തി എന്ന് തോന്നി. മലയാള സിനിമ ഇന്നേ വരെ കണ്ടതിൽ വയലന്റ് മൂവി എന്ന് പറഞ്ഞാൽ സത്യം. സെക്കൻഡ് ഹാഫ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. സീനായിരുന്നു. അപ്പോ വയലന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വയലന്റ് ആയിക്കളാം. ഇത് നല്ല പടം. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളത്. ഫോണിൽ കാണാൻ തന്നെ ഒരു തിയേറ്റർ പ്രിന്റ് കണ്ടുകൊണ്ടിരിക്കാൻ നടക്കുകയൊന്നുമില്ല. സർട്ടിഫിക്കറ്റിന് 100% ഇതുണ്ട്. സലാറിനൊക്കെ മറ്റേ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരാവശ്യമില്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നീതി പക്ക സാധനം കണ്ടേ പറ്റും. എല്ലാം പോയി ഷോക്കിംഗ് ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, നമ്മൾ പലതരത്തിലുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ട്. ജോൺ വിക്ക്, കില്ല്, അതേപോലെ പല നമ്മൾ ഒരു സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അതിനേക്കാളും അപ്പുറം. അതിനൊക്കെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനായിട്ട് വരും. അടിപൊളി പടം. ഒരു മലയാള സിനിമയുടെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ബെസ്റ്റ് സിനിമ എന്ന് തന്നെ പറയാം. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. ഒരു ഉണ്ണിമുന്തനൊക്കെ അങ്ങയുടെ ഏറ്റവും ടോപ്പായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ള പടമാണ് ഇത്. സത്യത്തിൽ ഈ സംവിധായകന് എനിക്ക് വലിയ പ്രതീക്ഷയില്ലാതെയാണ് വന്നത്. അമ്മോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ 1000 കോടി അടിക്കേണ്ട സിനിമ. ചുമ്മാ തള്ളിക്കേണ്ട പടങ്ങളല്ലേ ഇത്. അടിപൊളി എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ. സ്റ്റെയർ കേസ് വെച്ചുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ അമ്മോ, എന്തോന്ന് സിംഗിൾ ഷോട്ട് ഫൈറ്റാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പടം അങ്ങോട്ട് കൊളുത്തി കയറും. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. എൻ്റെ അമ്മോ, അടിപൊളി. കിട്ടില്ല സിനിമ. ജോൺ വിക്ക് പോലെ. ജോൺ വിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്ലഡ് ബാത്ത് സീനൊന്നുമില്ല. എല്ലാം കത്തി. ഇത് തോക്കല്ലേ, ഇതാണെങ്കിൽ ഫുള്ള് കത്തി തോക്കി. എൻ്റെ ദൈവമേ, എല്ലാം ഇത് മനക്കടിയുള്ളവർ മാത്രം കാണണം ഈ സിനിമ. വേറെ ഈ ഫാമിലി ആയിട്ടൊക്കെ പോയാൽ അവർ ചിലപ്പോൾ വേറെ ഛർദ്ദിക്കും. അങ്ങനത്തെ ഒരു സിനിമ. ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം. അപ്പം നിങ്ങൾ കാണുന്നവർ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാണുന്നത്, അത്രേ ഉള്ളൂ. പോയ കിളി തിരിച്ചു വന്നതുകൊണ്ട് ഇപ്പോഴും അത് ഷോക്കിംഗ് ആയിട്ട് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നുകൊണ്ട് ഇത് ഇത്രയും ഒരു അടിപൊളി പടം കാണുമ്പോൾ അത്രയ്ക്ക് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിരിക്കുകയാണ്. നല്ല ആക്ഷൻ ഉണ്ട്. ആക്ഷൻ കാണാൻ വേണ്ടി വരാം. നല്ല എടുത്തു വെച്ചിട്ടുണ്ട്. അതെ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒന്നും നോക്കാല്ലേ, ചോരപ്പുഴേ അതിലപ്പുറം രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ വന്ന് കാണേണ്ട പാടാം. OTT കണ്ടാലും കാര്യമില്ല. OTT കാര്യമില്ല. നല്ല പ്രസൻസ് ഉണ്ട്. നല്ല പ്രസൻസ് ഉണ്ട്. മൊത്തത്തിൽ അടിപൊളി പടം. വർത്തായി കൊള്ളാം. കറക്റ്റ് എല്ലാം മാച്ചിങ് ആണ്. ഭയങ്കര വയലൻസ്. പൊളി. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫ് നല്ല ഇഷ്ടപ്പെട്ടു. സെറ്റ് ആക്ഷൻസ്